ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ഇപ്രകാരം കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും കേൾക്കുവാനുമുള്ള ഒരു അവസരം ദൈവം നൽകി. കഴിഞ്ഞ 6-7 മാസമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനമാണ്. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് 2-ാമത്തെ അധ്യായമാണ്, അതിൻ്റെ 9-ാമത്തെ വാക്യം. ഇതിനു മുമ്പുള്ള എല്ലാ മെസ്സേജസും എൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം തുടർച്ചയാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. പൗലോസിൻ്റെയും കൂട്ടരുടെയും ശുശ്രൂഷ, തെസ്സലോനിക്ക പ്രദേശത്തുള്ള അവരുടെ ശുശ്രൂഷയുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, ഗുണങ്ങളെ അല്ലെങ്കിൽ സ്വഭാവവിശേഷതകളെ പറ്റിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു വാചകത്തിൽ ഞാനത് പറയാം. കൺസേൺ ഫോർ ദ തെസ്സലോനിക്കൻ ബിലീവേഴ്സ് വൈൽ പ്രീച്ചിങ് ദ ഗോസ്പൽ. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇവിടെയുള്ള വിശ്വാസികളുടെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയെ വെച്ചുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അവരെ പറ്റിയുള്ളൊരു കൺസേൺ, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്ക് 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആരെങ്കിലും വായിച്ചാട്ടെ. 2:9. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഓക്കെ, 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തിരുവെഴുത്തിൽ കാണുന്ന ഒരു സിദ്ധാന്തം നമ്മളുടെ മനസ്സിൽ വെക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ സസ്റ്റനൻസ്, അവരുടെ ജീവിതം സംബന്ധിച്ചുള്ള തിരുവെഴുത്തിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്. പഴയ നിയമത്തിൽ ലേവ്യരുടെ നിലനിൽപ്പ് ദൈവമാക്കി തീർത്തത് ഇസ്രായേൽ മക്കളോട് ദശാംശം എന്നുള്ള കാര്യത്തിൻ്റെ കൽപ്പന ചെയ്തതിലൂടെയാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു മത്തായി 10:5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ കാര്യം തന്നെയാണ് ഊന്നി പറയുന്നത്. അതായത് തൻ്റെ ശിഷ്യന്മാരെ 2 പേരായിട്ട് അയക്കുന്നുണ്ട് ഒരു ഷോർട്ട് ടേം മിഷൻ ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ താൻ പറയുന്നത് എന്താ? they should be supported financially by those whom they minister to. അവർ ആരുടെ ഇടയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്? അവരാൽ അവരുടെ സപ്പോർട്ട് അവരെ റേസ് ചെയ്യണമെന്നുള്ളത്. 1 കൊരിന്ത്യരുടെ ലേഖനത്തിലും പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ഈ വാചകങ്ങളെ ഊന്നി പറയുകയാണ്. those who preach the gospel should get their living by the gospel. സുവിശേഷം പ്രസംഗിക്കുന്നവർ അതിനാൽ അവരുടെ ഉപജീവനത്തെ കണ്ടെത്തണം എന്നുള്ളത് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇവരോട് പറയുന്നത് ഞങ്ങളുടെ അധ്വാനം, അതായത് നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അധ്വാനിച്ചതും ഒക്കെ നിങ്ങൾ ഓർക്കണം. മാനുവൽ ലേബറിൻ്റെ നീണ്ട മണിക്കൂറുകൾ ഇവർ അധ്വാനിച്ചു. അതായത് തെസ്സലോനിക്കയിൽ ഇവർ ഈ വിശ്വാസികളുടെ ഇടയിൽ താമസിച്ച് സുവിശേഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ചെലവിനായിട്ട് അവർ തന്നെ ഈ പ്രദേശത്ത് അധ്വാനിക്കുന്നു. ഇത് ഇവിടെ മാത്രമല്ല, പൗലോസും കൂട്ടരും അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തിക കൂട്ടായ്മ വാങ്ങാൻ സ്റ്റെപ്പ് എടുക്കാതിരുന്നത്. ഇതിവിടെ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. കൊരിന്തിലായിരുന്നപ്പോഴും എഫെസോസിലായിരുന്നപ്പോഴും, അതായത് അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. കൊരിന്തിലും എഫെസോസിലും ഇതേ സമീപനമാണ് അവർ കാണിച്ചത്. നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു സമീപനം അല്ലെങ്കിൽ ഇങ്ങനൊരു പോളിസി അവർ സ്വീകരിച്ചത് 2-ാമത്തെ മിഷണറി യാത്രയിലാണ് കൂടുതലും. പ്രത്യേകിച്ച് മക്കദോനിയയിലും അക്കായൻ പ്രവേശികളിലെല്ലാം അവർ ശുശ്രൂഷിച്ചപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനൊരു സമീപനം ആദ്യത്തെ മിഷണറി യാത്രയിൽ അവരെവിടെയും സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. 2-ാമത്തെ 3-ാമത്തെ മിഷണറി യാത്രയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പൗലോസിന് വ്യക്തിപരമായിട്ട് സഭകളിൽ നിന്നും കൂട്ടായ്മ സ്വീകരിക്കുന്ന കാര്യത്തിന് പൗലോസിന് യാതൊരു കുഴപ്പവുമില്ല. കാരണം ഫിലിപ്പി ലേഖനം താൻ എഴുതുമ്പോൾ, താൻ തെസ്സലോനിക്കയിലായിരുന്നപ്പോഴും ഫിലിപ്പിലെ വിശ്വാസികൾ തനിക്ക് കൂട്ടായ്മ അയച്ചിരുന്നു എന്നുള്ളത് 1-ാമത്തെ അധ്യായത്തിൽ നിന്നും വ്യക്തമാണ്.
പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇവർ സാമ്പത്തിക സഹായം എടുക്കാൻ മടിച്ചത്? അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇവിടെയുള്ള വിശ്വാസികൾക്ക് അധികമായിട്ടുള്ള സാമ്പത്തിക ഭാരം ഉണ്ടാവാതിരിക്കാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, മക്കദോന്യയും അഖയയും, അതായത് തെസ്സലോനിക്ക, ബെറിയ, ഫിലിപ്പി, മക്കദോന്യ പ്രൊവിൻസസ്. അഖയ എന്ന് പറയുമ്പോൾ കൊരിന്ത്, എഫെസോസ് അല്ല, കൊരിന്തും ഏഥൻസും. ഈ പ്രദേശങ്ങളിലെല്ലാം ഏത് തരം സൊസൈറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? വാക്ചാതുര്യമുള്ള പ്രാസംഗികർ വന്നു പോകുന്ന സമൂഹങ്ങളായിരുന്നു ഇവർ രണ്ടും. ഐറ്റ്നറന്റ് പ്രീച്ചേഴ്സ് ഒരു പതിവ് സാന്നിധ്യമായിരുന്നു ഈ 2 സ്ഥലത്തും. അപ്പോൾ ഇവരിൽ ചില ആൾക്കാർ അവരുടെ വാക്ചാതുര്യം ഉപയോഗിച്ച് പ്രശസ്തിയും പൈസയും സമ്പാദിക്കാൻ അവർ പ്രയത്നിച്ച ആൾക്കാരാണ്. ഫിലോസഫിക്കലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർമാർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. അവർ സെൽഫ് ഡിസിപ്ലിൻ, അതായത് അവരുടെ ജീവിതത്തിലെ ചിട്ടയും ഒക്കെ പഠിപ്പിച്ച് വാഗൊണ്ട് അവർ ലോകത്തെ ഇങ്ങനെ വെറുക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും, ഈ ലോകത്തെ വെറുക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർ ഭീമമായ തുക ഈടാക്കിയിരുന്നു അവരുടെ ശ്രോതാക്കളിൽ നിന്ന്. അവർ പട്ടണങ്ങൾ തോറും സഞ്ചരിക്കുമ്പോൾ ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പൗലോസ് ഈ തെസ്സലോനിക്ക പട്ടണത്തിൽ വരുന്നതിന് മുമ്പ്, ഈ തെസ്സലോനിക്ക വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ്, ജീവനുള്ള ദൈവത്തിൽ നിന്നും വരാത്ത ഇത്തരം ഗുരുക്കന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട് അവർക്ക് ഒരുപാട് പൈസ കൊടുത്ത് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് പൗലോസും കൂട്ടരും വരുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികളല്ലാത്ത ഈ വാക്ചാതുര്യമുള്ള ഈ പ്രാസംഗികർ ഇവരെ പണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ പണത്തിന് വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നവരുടെ ഇടയിൽ നിന്നും ഇവരെ വ്യത്യസ്തമുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ഇങ്ങനൊരു കാര്യം സ്വീകരിച്ചത്. ബാക്കിയുള്ള ടീച്ചർമാരെ പോലല്ല, അതായത് ദൈവമില്ലാത്ത ആൾക്കാരെ പോലെ അല്ല ഇവർ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവർ ഈ പ്രദേശത്ത് കഠിനാധ്വാനം ചെയ്ത് ഈ വിശ്വാസികൾക്ക് സ്വയം ഭാരമായിട്ട് ഇരിക്കുവാൻ മനസ്സ് കാണിക്കാതിരുന്നത്. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഈ കാരണം പൗലോസ് ഇവിടെ പറയുന്നില്ലെങ്കിൽ പോലും ഇത് പൗലോസ് 1 കൊരിന്ത്യർ 9:15 മുതൽ 23 വാക്യം വരെ പറയുന്നുണ്ട്. അവിടെ താൻ ഇതാണ് പറയുന്നത്: ഹി ബോർ ഹിസ് ഓൺ എക്സ്പെൻസസ് വൈൽ പ്രീച്ചിങ് ദ ഗോസ്പൽ ഇൻ ദിസ് ഏരിയ, so that everyone who listens to the gospel would have no hindrances or obstacles in placing their faith in Jesus. സുവിശേഷം ഈ പ്രദേശത്ത് പ്രസംഗിക്കുമ്പോൾ തൻ്റെ ചെലവുകളെല്ലാം താൻ സ്വയം ഏറ്റെടുത്തത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആ പ്രദേശത്തുള്ള എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ അവർക്ക് യാതൊരു തടസ്സങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇവിടെ ചെയ്യുന്ന രണ്ടാമത്തെ കാരണം. ചുരുക്കി പറഞ്ഞാൽ, we see that along with a compassion for the previously financially exploited believers, Paul did this to avoid any hindrances in the way of the gospel of Christ. ഈ കേൾവിക്കാരോടുള്ള മനസ്സലിവ് ഒരു വശത്തുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന് സുവിശേഷത്തിന് ഇടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു കാര്യവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു മനോഭാവവും ഇവിടെ താൻ പ്രകടിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാരണം, Paul and company had instructed the Thessalonians to work with their own hands. പൗലോസും കൂട്ടരും ഈ വിശ്വാസികളോട് പ്രബോധനം കൊടുത്തത് എന്താ? സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ടീച്ചിങ് വളരെ ആവശ്യമുള്ളതായിരുന്നു. കാരണം ഈ സഭയിലുള്ള ചില വ്യക്തികൾ അവർ ജോലിക്ക് പോകാതെ പണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ അധികം പണമുള്ള മറ്റ് വിശ്വാസികളുടെ അടുത്ത് നിന്നും അവരുടെ ജീവിതം ആശ്രയിച്ച് ജീവിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. There were some who were depending on wealthier Christians. ഇങ്ങനെ ഒരു കൂട്ടം ഈ സഭയിലുള്ളപ്പോൾ അത് ചുറ്റുപാടുമുള്ള ആൾക്കാർക്കൊരു പരിഹാസ്യ വിഷയമായി മാറും. അത് ചുരുക്കത്തിലൊന്ന് പരാമർശിച്ച് വിടുന്നുണ്ട് 4-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ. 11-12 ഒന്ന് വായിച്ചാട്ടെ. 4-ാമത്തെ അധ്യായത്തിൻ്റെ 11-12. ഫസ്റ്റ് തെസ്സലോനിയൻസ് 4:11-12. പുറത്തുള്ളവരുടെ
മര്യാദയായി നടക്കുവാനും ഒന്നിനും മുട്ടില്ലാതിരിക്കുവാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർക്കുവാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. യെസ്. അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ചീത്തപ്പേരുണ്ടാവാതിരിക്കുവാൻ നിങ്ങളിത് ചെയ്യണം. അപ്പോൾ അവർക്കൊരു മാതൃകയായിട്ടിരിക്കാനാണ് പൗലോസും കൂട്ടരും ഇവരുടെ ജീവിതം കൊണ്ട് ഇവരത് ചെയ്യുന്നത്. രാത്രിയും പകലും എന്നില്ലാതെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഇവരുടെ ഇടയിൽ താമസിച്ചത് ഇവർക്കൊരു മാതൃകയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 കാരണങ്ങളാണ്. ഒന്ന്, ഈ വിശ്വാസികൾക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ബാധ്യത അല്ലെങ്കിൽ ഒരു ഭാരം ഉണ്ടാവാതിരിക്കാൻ. 2, സുവിശേഷം ഇവർ വിശ്വസിക്കാൻ ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാൻ. 3, ഇവർക്കൊരു മാതൃകയായിരിക്കാൻ. ഓർക്കേണ്ടത്, ഇത് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ പൗലോസിന് പ്രായം 50-ൽ കൂടുതലാണ്. ശീലാസിനും തിമോത്തിയോസിനും ഒരു 30 വയസ്സിന് അധികം അല്ലെങ്കിൽ അതിനടുത്ത്. എന്നിരുന്നാൽ പോലും ഈ പ്രായത്തിൽ സുവിശേഷം നിമിത്തം കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യനായിരിക്കുന്ന ഒരു പൗലോസിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ വേലക്കാരോടുള്ള ചില ലെസൺസ്, പ്രത്യേകിച്ച് എന്നോട് ആണ് ഞാൻ ആദ്യം പറയുന്നത്, എന്നിട്ടാണ് നിങ്ങളോട്. കാരണം ഞാൻ ദൈവവേലയിലായിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ പണം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൈവദാസന് ഉണ്ടാവേണ്ട ചില മനോഭാവങ്ങൾ അല്ലെങ്കിൽ ചില പാഠങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഒന്നാമത്, a minister of God should never approach ministry with this sort of attitude where he will do ministry only if he gets remuneration. ഒരു ദൈവദാസൻ ഒരിക്കലും ഇങ്ങനൊരു മനോഭാവത്തോട് കൂടിയിട്ട് ശുശ്രൂഷ ചെയ്യരുത്. അതായത് അതിനുള്ള വേതനം കിട്ടിയാൽ മാത്രമേ ഞാൻ ശുശ്രൂഷയ്ക്ക് വരത്തുള്ളൂ എന്നുള്ള ഒരു മനോഭാവത്തിൽ വരരുത്. കാരണം ചില വ്യക്തികൾ ഒരു സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ ഓഹരി കിട്ടിയാൽ മാത്രമേ അങ്ങോട്ടേക്ക് ചെല്ലത്തുള്ളൂ. ഉണ്ട്, അങ്ങനെ ചില വ്യക്തികളുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? ദേ വ്യൂ ദിസ് ആസ് എ പ്രൊഫഷൻ ഓൺലി. ഇതൊരു തൊഴിലാണെങ്കിലും ഇതൊരു തൊഴിൽ ആയിട്ട് മാത്രമേ കാണുന്ന ചില വ്യക്തികളുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലെസൺ നമ്മളിവിടെ പറയുന്നത്. 2, a minister of God should consider the financial capabilities of the one whom they minister to and accordingly approach the aspect of remuneration. ഒരു ദേവദാസൻ ആരുടെ അടുത്താണ് ശുശ്രൂഷ ചെയ്യുന്നത്, അവരുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് വേണം ഈ വേതനം എന്നുള്ള വിഷയത്തെപ്പറ്റി ചിന്തിക്കാൻ. വേതനം എന്നുള്ള കാര്യത്തെപ്പറ്റി ബൈബിൾ എതിരല്ല. ദ ബൈബിൾ ഇസ് നോട്ട് അഗൈൻസ്റ്റ് ദി ഐഡിയ ഓഫ് റെമ്യൂണറേഷൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. ആ തത്വം അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ബൈബിൾ അതിനെതിരല്ല. പക്ഷെ പൗലോസ് ഇവിടെ ഈ വിശ്വാസികളെ കാണുന്നത് എങ്ങനെയാണ്? പൗലോസ് ഇവിടെ വരുന്നതിന് മുമ്പ് വന്നു പോയിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും കാര്യമാണ് താൻ ചിന്തിക്കുന്നത്. അവരുടെ എല്ലാ പ്രസംഗം കൊണ്ട് ഇവർക്ക് ആത്മീകമായിട്ട് യാതൊരു ഉന്നമനവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവരുടെ കയ്യിൽ നിന്നുള്ള എല്ലാ പണവും അങ്ങനെ അപഹരിച്ചു പോയവരാണ് പൗലോസിന് മുമ്പ് വന്നവർ. അതുകൊണ്ടാണ് ഇവരെ പ്രതി അല്ലെങ്കിൽ ഇവരെ ഓർത്തിട്ടാണ് പൗലോസും കൂട്ടരും അവർക്ക് ബാധ്യതകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഏരിയാസിലും പൗലോസ് പ്രസംഗിക്കുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും അതാത് സ്ഥലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോളിസി വെച്ചാണ് താൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ഞാൻ പറയുന്നത് ശുശ്രൂഷക്കാരോട്, ഡോണ്ട് ഫിക്സ് ഫോർ യുവർ സെൽഫ് എ ഫീ സ്ട്രക്ചർ ദാറ്റ് കൺസിസ്റ്റ്സ് ഓഫ് എ സ്പെസിഫിക് എമൗണ്ട് ഓർ ഫെസിലിറ്റി ആൻഡ് അപ്ലൈ ദാറ്റ് ടു എവരിവൺ ഹു ഇൻവൈറ്റ്സ് യു ഫോർ എ മിനിസ്ട്രി. ശുശ്രൂഷക്കാരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ വിളിക്കുന്ന എല്ലാ വ്യക്തികളോടും അല്ലെങ്കിൽ സഭകളോടും നിങ്ങൾ ഇന്നതാണ് എൻ്റെ റേറ്റ് എന്നോ എനിക്ക് ഇങ്ങനത്തെ തരം സൗകര്യങ്ങൾ വേണമെന്നോ ഒന്നും വാശി പിടിച്ചല്ല ആ ശുശ്രൂഷയിലേക്ക് നമ്മൾ ചെല്ലേണ്ടത്. See, don't behave like a skilled worker who insists on getting a specific amount
and snacks in return for the services he may offer. വീട്ടിൽ എന്താ പറയുക, ഈ ചില സ്കിൽഡ് വർക്കേഴ്സ് വരും, അവർക്ക് കൂലിയും ചായയും കൊടുത്താൽ മാത്രമേ അവർ വരത്തുള്ളൂ എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ചെല്ലരുത്. അതല്ല ദൈവം നമ്മുടെ ഒന്നും ആഗ്രഹിക്കുന്നത്. യു മേ ബി ഇൻവൈറ്റഡ് ബൈ പീപ്പിൾ ഹു ആർ ഇൻ ഫിനാൻഷ്യലി വെൽ ഓഫ്. അധികം സാമ്പത്തികമായിട്ടുള്ള ലെവലിൽ എത്താത്ത ആൾക്കാർ വരെ നമ്മളെ വിളിച്ചു എന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ഫീ ഈടാക്കുന്ന തരത്തിൽ അവരോട് ഇടപെടരുത്. ഡോണ്ട് ഡിമാൻഡ് ഫോർ ലക്ഷറീസ് ഫുഡ് ഓർ അക്കോമഡേഷൻ. ഒരുപാട് സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ ഞാൻ വരത്തുള്ളൂ എന്നുള്ളൊരു വാശിയിൽ ചെല്ലരുത്. സി, ബി ഹാപ്പി വിത്ത് ദി ലിറ്റിൽ ദാറ്റ് ദേ ക്യാൻ അഫോർഡ് ടു ഗിവ്. അവർക്ക് കഴിയുന്ന സഹായം അവർ തരുമ്പോൾ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാനുള്ള മനസ്സ് ഉണ്ടാവണം. മൂന്നാമത്തെ ലെസൺ, an evangelist or an elder's right approach to remuneration ministry helps him or enables him to stop creating an unhealthy preference to a richer crowd and an aversion to a poor crowd. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു സുവിശേഷകനെ പോലെ തന്നെ ഒരു മൂപ്പനും സഭയാൽ സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. പലപ്പോഴും നമ്മുടെ ഇടയിൽ അത് പറയാറില്ല. പക്ഷേ ബൈബിൾ, പ്രത്യേകിച്ച് 1 തിമോത്തിയോസ് 5-ാമത്തെ അധ്യായം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നൊരു കാര്യമാണത്. ബൈബിൾ പറയുന്നത് ഒരു സുവിശേഷകനും ഒരു മൂപ്പനും സഭയാൽ സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരാളാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരാൾ ശരിയായ രീതിയിൽ വേണം സാമ്പത്തിക കാര്യങ്ങളെ വീക്ഷിക്കുവാൻ. ആ മൂപ്പന്മാരുടെ ആ ഒരു ലിസ്റ്റ് നമ്മളൊന്ന് എടുത്തു നോക്കി, ആ ഒരു ലക്ഷണങ്ങൾ, യോഗ്യതകളെന്ന് ഞാൻ പറയുന്നില്ല, ലക്ഷണങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ, നോട്ട് എ ലവർ ഓഫ് മണി, ദ്രവ്യാഗ്രഹി ആകരുത് എന്ന് പറയുമ്പോൾ അതിനൊരു റെമ്യൂണറേഷൻ ഉണ്ട്. പക്ഷെ ആ റെമ്യൂണറേഷനെ നോക്കിയിട്ടല്ല ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിയായ ഒരു അപ്രോച്ച് ഈ രണ്ട് കൂട്ടർക്കും പണത്തോടുള്ള ബന്ധത്തിൽ വേണം. അപ്പോൾ പണത്തോടുള്ള ബന്ധത്തിൽ ശരിയായിട്ടൊരു അപ്രോച്ച് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ പരിണിതഫലം എന്താണെന്ന് വെച്ചാൽ, സമ്പത്തുള്ള കൂട്ടത്തിൽ പോയാൽ മാത്രമേ മെച്ചമുള്ളൂ. അധികം സമ്പത്തില്ലാത്ത കൂട്ടരോട് ഒരു അകൽച്ചയും ഉണ്ടാകും. ഇങ്ങനൊരു ഹെൽത്തി മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ശരിയല്ലേ? പണത്തോടുള്ള ഒരു അമിതമായ സ്നേഹം ഒരു വ്യക്തിക്കുണ്ടായാൽ എലീറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ പോകുവാൻ ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടാവും. പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പോകാൻ ആ വ്യക്തിക്ക് താല്പര്യമില്ല. പക്ഷെ അങ്ങനല്ല. ഒരു സുവിശേഷകന്റെയും മൂപ്പന്റെയും കാര്യത്തിൽ ദൈവവചനം അനുശാസിക്കുന്നത് ഒരു ശരിയാവണ്ണം ഒരു ദിശ ഈ കാര്യത്തിൽ ഉണ്ടാവണം. പൗലോസും കൂട്ടരും പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും വേർതിരിച്ച് കണ്ടില്ല. അവർ ആരോടൊക്കെയാണ് ശുശ്രൂഷിച്ചത്, അവരുടെ കയ്യിൽ പണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല പൗലോസും കൂട്ടരും അവരുടെ ഇടയിൽ ശുശ്രൂഷിച്ചത്. Some may avoid going to some poor people's area of ministry because of the lack of facilities they look for and the remuneration they have in mind. ചില വ്യക്തികൾ ചില പാവപ്പെട്ട ആൾക്കാരുടെ ശുശ്രൂഷ സ്ഥലത്തേക്ക് പോകാൻ മടിക്കുന്നത് അവർ നോക്കുന്ന ചില ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന വേതനം അവിടെ കിട്ടാത്തത് കൊണ്ടുമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആരും പറയാതെ ഇരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. If money and facilities of comfort are decisive factors for your yes or no to ministry opportunities, you need to recheck whether you are serving God or money. സൗകര്യത്തിൻ്റെയും പണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ശുശ്രൂഷ അവസരങ്ങൾക്ക് നിങ്ങൾ അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നുവെങ്കിൽ ദൈവത്തെയാണോ പണത്തെയാണോ സേവിക്കുന്നത് എന്നുള്ളതിൻ്റെ ചോദ്യം ചോദിക്കേണ്ടത് അനിവാര്യമാണ്. നാലാമത്തെ കാര്യം, മെനി സീക്കേഴ്സ് ഓഫ് ട്രൂത്ത് ടേൺ അവേ ഫ്രം ക്രിസ്ത്യാനിറ്റി ആൻഡ് ഡീം ഇറ്റ് യൂസ്ലെസ് ബിക്കോസ് സം മിഷണറീസ് ഓർ പാസ്റ്റേഴ്സ് അൺഹെൽത്തി ഒബ്സഷൻ വിത്ത് മണി ബോതേർഡ് ദം. ഇന്ന് ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെയൊക്കെ അന്വേഷിക്കാൻ വന്ന ആൾക്കാർ അല്ലെങ്കിൽ പല സത്യാന്വേഷികർ അവർ ക്രിസ്ത്യ വിശ്വാസത്തിൽ നിന്നും തിരികെ പോകുന്നതും ഇതിനെ പ്രയോജനമില്ലാതായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവർ കണ്ടിട്ടുള്ള ചില മൂപ്പന്മാരോ അല്ലെങ്കിൽ സുവിശേഷകന്മാരോ
അമിതമായിട്ട് പണത്തെ സ്നേഹിക്കുന്നവരായത് കണ്ടിട്ടാണ്. ഈ സോ കോൾഡ് മിഷണറിമാർ ജീവിതത്തിൻ്റെ ലാളിത്യത്തെപ്പറ്റി പറയും, പ്രസംഗിക്കും. പക്ഷേ അവർക്ക് തന്നെ ആഡംബരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കൺട്രോളുമില്ല. അതുമാത്രമല്ല, സം Christian organizations are so much money-minded and are materialistic in their outlook that they shut their doors for any inclination that one should have towards Christianity and Christ. ചില മിഷണറി ഓർഗനൈസേഷൻസ് ഉണ്ട്, അവർക്ക് പണത്തോട് ഇത്രയും ആർത്തിയുള്ളതുകൊണ്ട് അവരുടെ വീക്ഷണത്തിൽ ദ്രവ്യാഗ്രഹം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ക്രിസ്തീയ വിശ്വാസത്തിലേക്കും ക്രിസ്തുവിലേക്കുമുള്ള എല്ലാ വാതിലുകളും ഇവരുടെ ദ്രവ്യാഗ്രഹം കാരണം അടഞ്ഞു പോകുകയാണ്. So the applications coming out from this, there will come a day of reckoning when we stand on the day of judgment before Christ on his throne. കർത്താവിൻ്റെ സിംഹാസനത്തിൽ ന്യായവിധിയുടെ ദിവസത്തിൽ നാം എല്ലാവരും നിൽക്കുന്ന, നമ്മളുടെ ക്രിയകളെ ശോധന ചെയ്യുന്നൊരു ദിവസം വരുന്നു. And Jesus Christ will hold us responsible for the inordinate desire of money and the lack of concern for the redemption of the lost souls. ഇത്തരം ആൾക്കാരോട് യേശു ചോദിക്കാൻ പോകുന്നത് പൈസയോടുള്ള ഇവരുടെ അമിതമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹത്തെ പറ്റിയായിരിക്കും. അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ പറ്റിയുള്ള ഭാരമില്ലായ്മയും അവിടെ ചോദ്യം ചെയ്യും. ഓൾസോ he will hold such people responsible for maligning the gospel of Christ. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ തേജോവധം ചെയ്തതിൻ്റെ ഒരു കുറ്റവും യേശുക്രിസ്തു ഇവരുടെ മേൽ ആരോപിക്കും, അവരെ ഉത്തരവാദികളാക്കും. എങ്ങനെയാണ്? See, we preach a gospel about God that transforms a rebel with sinful desires into a God-loving person with godly desires. നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ് അതിൻ്റെ സന്ദേശം? ആ സന്ദേശം ജീവനുള്ള ദൈവത്തെ പറ്റിയാണ്. അതായത് മറുതലിക്കുന്ന പാപസംബന്ധമായിട്ടുള്ള ഇച്ഛകളുള്ള ഒരു വ്യക്തിയെ ദൈവിക ആഗ്രഹങ്ങളുള്ള ഒരു ദൈവസ്നേഹിയായ ഒരു മനുഷ്യനാക്കി മാറ്റുന്ന സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. നമ്മൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിൽ വീണ്ടും ജനനത്തിൻ്റെ ഒരു സത്യമുണ്ട്. അതായത് പഴയതെല്ലാം കഴിഞ്ഞു പോയതും എല്ലാം പുതിയതായിട്ട് വെച്ചിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയും നമ്മളതിൽ പ്രസംഗിക്കുന്നുണ്ട്. നമ്മൾ ഈ സുവിശേഷത്തിൽ പ്രസംഗിക്കുന്ന മറ്റൊരു കാര്യമാണ് ഓത്തൻറ്റിക് ഫെയ്ത്ത്, ജീവനുള്ള വിശ്വാസം. ആ ജീവനുള്ള വിശ്വാസം പ്രകടമാക്കുന്നത് സൽപ്രവർത്തികളിലൂടെയാണ്. ആൻഡ് ദാറ്റ് കംസ് ഫ്രം ദ വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ സൽപ്രവർത്തികൾ വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും these questions or these truths are questioned as some preachers live like unbelievers in covetousness. ഇതെല്ലാം സംസാരിക്കുന്ന പ്രാസംഗികരിൽ ചിലർ അവിശ്വാസികളെ പോലെ ദ്രവ്യാഗ്രഹികളായിട്ട് ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. See, the unbelieving crowd has a negative idea about the gospel truth, the work of the Holy Spirit and Christianity as a whole. അവിശ്വാസികളായിട്ടുള്ള ഒരു കൂട്ടത്തിന് സുവിശേഷ സത്യത്തെ പറ്റിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ പറ്റിയും ക്രിസ്തീയ വിശ്വാസത്തെ പറ്റിയും മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ഐഡിയ, ഒരു തെറ്റായ ഒരു അഭിപ്രായം അവർക്കുണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം? ബിക്കോസ് ഓഫ് ദ ഫെയിലിയർ ഓഫ് സച്ച് പീപ്പിൾ ടു ഒബേ ഗോഡ് ഇൻ ദീസ് മാറ്റേഴ്സ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ദൈവത്തെ അനുസരിക്കുവാനുള്ള കാര്യത്തിൽ ചില വ്യക്തികൾക്ക് പരാജയം സംഭവിച്ചത് കൊണ്ടാണ് പുറമേ ഉള്ള ആൾക്കാർക്ക് ഇതിനോട് വരാനുള്ളൊരു മടി. See, remember that God's reputation is at stake, for which he will judge us. ഇങ്ങനെ ആൾക്കാർ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൽപ്പേരിനാണ് ദോഷം സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സൽപ്പേരിനാണ് ദോഷം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഈ കാര്യത്തിൽ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് ഇടപെടും. അഞ്ചാമത്തെ ലെസൺ, a missionary should be flexible enough to avoid the use of something, even money, as much as he can, if it hinders the spread and proclamation of the gospel. ഒരു മിഷണറി പ്രവർത്തകൻ
സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും പ്രഘോഷണത്തിനും തടസ്സമായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് വേണ്ട നിൽക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം. അത് ചിലപ്പോൾ സാമ്പത്തികവും അതിലുണ്ടാകാം. See, this was the commitment that Paul had in ministry. പൗലോസിനും കൂട്ടർക്കും ഇത്തരം ഒരു പ്രതിബദ്ധതയായിരുന്നു സുവിശേഷത്തോടുണ്ടായിരുന്നത്. ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, ഇൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻഡം we regularly come across cases of financial wrongdoings in churches, covetous mindset, decisions in ministry done for money. നമ്മളുടെ ക്രിസ്തീയ ഗോളത്തിൽ പലപ്പോഴും നമ്മൾ ഇത്തരം കേസുകൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതായത് സഭയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ പല തവണയായിട്ട് ഉണ്ടാവുന്നുണ്ട്. ദ്രവ്യാഗ്രഹം നിറഞ്ഞ മനസ്സുകളുള്ള അനേകം പേർ നമ്മളുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ചിലരിൽ ഉണ്ട്. ഡിസിഷൻസ് ഇൻ മിനിസ്ട്രി മെയ്ഡ് ഓർ ഡൺ ഓൺലി ഫോർ മണി. ശുശ്രൂഷയിലുള്ള തീരുമാനങ്ങൾ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് അതുണ്ട്. ഇറ്റ്സ് ടൈം ദാറ്റ് വി ചെക്ക് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി. പണത്തോടുള്ള ബന്ധത്തിൽ നമ്മളുടെ മനോഭാവത്തെ പരിശോധിക്കാനുള്ള ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇതിൽ ശരിയായാൽ മാത്രമേ ശുശ്രൂഷ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഇഫ് this is checked properly, only then will ministry be effective. എങ്കിൽ മാത്രമേ ക്രിസ്തീയ സാക്ഷ്യത്തിന് ഒരു വാലിഡിറ്റി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദി എൻഡ് ഓഫ് അവർ മിനിസ്ട്രി ഓർ അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം, നമ്മളുടെ ശുശ്രൂഷയുടെ അവസാനത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റുള്ളവരുടെ മുമ്പാകെ പൈസയുടെ കാര്യത്തിൽ എനിക്ക് നീതിപൂർവമുള്ളൊരു മനസാക്ഷി ഉണ്ടായിരുന്നു എന്നുള്ളത് എത്ര പേർക്ക് അവകാശപ്പെടാൻ സാധിക്കും? ഹൗ മെനി ഓഫ് us are confident enough to testify before others that we have had a righteous attitude towards money in ministry? Will your co-workers testify whether you are selfless? നമ്മളുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ നമ്മളെപ്പറ്റി സാക്ഷ്യം പറയുമോ ഇദ്ദേഹം നിസ്വാർത്ഥനായിട്ടുള്ള ഒരാളാണെന്ന്? ചിലരെ പറ്റി ചോദിച്ചാൽ അധികാരത്തിൻ്റെ സ്ഥാനം എവിടെയുണ്ടോ അവിടെല്ലാം ഇദ്ദേഹം ഉണ്ടെന്ന് പറയും. എവിടെ മുൻ സീറ്റിൽ ഇടം ഉണ്ടോ അവിടെ കയറിയിരിക്കാനുള്ള എല്ലാ പരിപാടിയും ഒപ്പിക്കും. അങ്ങനൊരു സാക്ഷ്യമാണ് നമ്മളുടെ കൂട്ടുവേലക്കാർ നമ്മളെ പറ്റി പറയുന്നത്. ഓർ ക്യാൻ വി ബോൾഡ്ലി സേ ലൈക്ക് പോൾ, ഐ നെവർ കവറ്റഡ് എനി ഓഫ് യുവർ ഗോൾഡ് ഓർ അപ്പാരൽ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 20-ാമത്തെ അധ്യായത്തിലേക്ക് ഒരു ഭാഗമുണ്ട്. 20-ാമത്തെ അധ്യായം Acts chapter 20. അതിൽ ഒരു ഭാഗമുണ്ടല്ലോ, വേഴ്സ് 33, 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടെ. എഫെസസിലുള്ള മൂപ്പന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് വിട പറയുമ്പോൾ ഇനി അവരെ കാണുമോ എന്നുള്ള ഒരു ഉറപ്പ് പോലും ഇല്ല. എന്നിട്ടാണ് പൗലോസ് ഇവരോട് പറയുന്നത്, നിങ്ങളുടെ വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. തുറന്ന മനസ്സോടെ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. പൗലോസിനെ പോലെ നമുക്കങ്ങനെ ഒരു കാര്യം പറയാൻ സാധിക്കും. അത്രയും മനസാക്ഷി നമുക്കുണ്ടോ? അത്രയും പ്രാഗൽഭ്യം നമുക്കുണ്ടോ? വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എല്ലാ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും പല ആൾക്കാർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇത് ശരിയാക്കണം. ഇത് ശരിയായാൽ മാത്രമേ നമ്മളുടെ സമൂഹത്തിന് ഒരു മുന്നോട്ടേക്കുള്ളൊരു പോക്കുള്ളൂ. ഇല്ലെങ്കിൽ വി ആർ ഡിസ്ട്രോയിഡ്. നമ്മൾ നശിച്ചു പോകും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാരണം ഇത് നമുക്ക് മാറ്റേണ്ട ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മാറ്റാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് അടുത്ത തവണ 2-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇതിൻ്റെ തുടർച്ച എന്താണ് പൗലോസ് പറയുന്നത് എന്നുള്ളത് നമുക്ക്
ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുന്നതാകട്ടെ.